ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ഒരു കുടയും കുഞ്ഞിപ്പെങ്ങളും. ഇത് എഴുതിയിരിക്കുന്നത് മുട്ടത്ത് വർക്കിയാണ്. ഇതൊരു ബാലസാഹിത്യ കൃതിയാണ്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ബേബി, ലില്ലി എന്ന രണ്ട് സഹോദരങ്ങളുടെ കഥയാണിത്. പേരമ്മയുടെ കൂടെയാണ് ഇവർ നിൽക്കുന്നത്. പേരമ്മയാണെങ്കിലോ അവരെ നല്ലോണം ഉപദ്രവിക്കും. പണക്കാരിയായ ഗ്രേസിയുമുണ്ട്. ഒരു ദിവസം ലില്ലി പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ നല്ല ശക്തിയായ മഴ പെയ്തു. ബേബി പറഞ്ഞു, അതാ ഗ്രേസി പോണ് കുടയും ചൂടി, നീ ഗ്രേസിയുടെ കുടയിൽ കയറി പൊക്കോ. ലില്ലി ഗ്രേസിയോട് ചോദിച്ചു, ഞാനും കൂടി നിന്റെ കുടയിൽ കയറിക്കോട്ടെ. ഗ്രേസി സമ്മതിച്ചില്ല. പാവം ലില്ലി കരഞ്ഞുകൊണ്ട് പള്ളിക്കൂടത്തിൽ പോയി. അവളുടെ കൂട്ടുകാരികളെല്ലാം അവളെ കളിയാക്കി. ഇതിന് പ്രതികാരമായി ബേബി ഗ്രേസിയുടെ നെറ്റിക്ക് കല്ലെറിഞ്ഞു. ഇത് കണ്ട പോലീസുകാരും നാട്ടുകാരും ആളുകളും എല്ലാവരും വന്ന് അവനെ പിടികൂടി. ഒരു നാണയം കൊടുത്ത് അവനോട് നാടുവിട്ട് പോകാൻ പറഞ്ഞു. ലില്ലിയോട് മാത്രം അവൻ യാത്ര പറഞ്ഞ് ഒരു കുടയുമായി വരാമെന്ന് പറഞ്ഞ് ലില്ലിയോട് യാത്ര പറഞ്ഞു. അവൻ പട്ടണത്തിലെത്തുകയും കുറേ ജോലികൾ ചെയ്ത് കുട വാങ്ങാനുള്ള കാശുണ്ടാക്കി. അങ്ങനെയിരിക്കെ അവൻ്റെ കയ്യിൽ നിന്ന് ആ കാശ് നഷ്ടപ്പെട്ടു പോയി. അതിനിടെ ലില്ലിയുടെ കയ്യിൽ നിന്ന് ഒരു പാത്രം നിലത്ത് വീണ് പൊട്ടി. പേരമ്മ വന്ന് അവളെ പുളിവടി കൊണ്ട് അടിച്ചു. പേരമ്മ പണിക്ക് പോയ സമയത്ത് അവൾ രക്ഷപ്പെട്ടു. അവൾ നടന്നു പോകുന്ന വഴിക്ക് ഒരു കാർ വരുന്നത് കണ്ടു. അത് അവളുടെ ചേട്ടനാണ് വിചാരിച്ച് അവൾ കാറിൻ്റെ ബാക്കിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. ആ കാറിൽ ഡോക്ടർ ജോണും ഭാര്യയും കുട്ടികളുമായിരുന്നു. അവർ ചോദിച്ചു, നീ ഞങ്ങളുടെ കൂടെ പോരുന്നുണ്ടോ? അവൾ ആദ്യം മടി കാണിച്ചെങ്കിലും പിന്നീട് പേരമ്മയെ പേടിച്ച് അവൾ അവരുടെ കൂടെ പോയി. അവർ ലില്ലിയെ സ്വന്തം മകളെ പോലെ കാണുകയും പഠിപ്പിക്കുകയും നൃത്തം പഠിപ്പിക്കുകയും ചെയ്തു. കുറേ വർഷങ്ങൾക്ക് ശേഷം ബേബിയും ലില്ലിയും കണ്ടുമുട്ടുന്നു. ഡോക്ടർ ജോണിൻ്റെ വന്ന ശേഷം ബേബി ഒരു ഡോക്ടർ ആകുകയും ബേബിയുടെ ആശുപത്രിയിൽ ഒരു യുവാവും യുവതിയും വന്നു. യുവതിയുടെ അസുഖം ബേബി പെട്ടെന്ന് മാറ്റി. യുവതി ചോദിച്ചു, എൻ്റെ അസുഖം മാറ്റിയതിന് താങ്കൾക്ക് എന്ത് വേണം? എനിക്ക് ഒരു കുടയുടെ പിടിയിൽ സ്വർണ്ണക്കുരുവിയുടെ രൂപമുള്ള ഒരു കുടയാണ്